ജെൻഡർ ഇഷ്യൂവിനെ കുറിച്ചാണ്. ഈ ജെൻഡർ ഇഷ്യൂ സഭയ്ക്കകത്ത് വരുമ്പോൾ അത് പ്യുവർലി ഡിമോണിക് ആണെന്നും അല്ലെങ്കിൽ പ്യുവർലി സൈക്കോളജിക്കലാണെന്നും, ഇതിൽ രണ്ടിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇത് നമ്മൾ പ്യുവർലി ഡിമോണിക്കായിട്ട് എടുക്കണോ അതോ സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് എടുക്കണോ? തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഡിഫോൾട്ടായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാം നമ്മൾ പിശാചിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും വന്നാൽ നമ്മൾ പറയും അവർ പാപികളാണ്, അവർ പാപികളായത് കാരണം വന്നതാണെന്ന്. എന്നാൽ ഞാൻ പിശാചിൻ്റെ ഇൻഫ്ലുവൻസിനെ ഡിനൈ ചെയ്യുമല്ല. കാരണം പത്രോസ് പറയുന്നുണ്ടല്ലോ, പിശാചൊരു അലറുന്ന സിംഹത്തെ പോലെ ഈ ലോകത്തിപ്പം നടക്കുകയാണ്. സോ ആ ഒരു പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു ക്വസ്റ്റിന് നമുക്കൊരു ജനറൽ ആൻസർ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഓരോ ഇൻഡിവിജ്വൽ കേസസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ വേറെ മാനസികമായ വൈഷമ്യങ്ങളെപ്പറ്റി നമ്മൾ നോക്കിയാൽ ഇപ്പം ഡിപ്രഷൻ, ആൻസൈറ്റി, അതൊക്കെ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള ഓവർ തിങ്കിങ്ങും അങ്ങനത്തെ പ്യുവർലി ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം കാരണമാകാം. അതല്ലാതെ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ ഡിമോണിക് ഇൻഫ്ലുവൻസ് കാരണവും വരാം. സോ രണ്ടും സാധ്യമാണ്. സോ അത് നമ്മൾ തികച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എല്ലാത്തിനും നമ്മൾ പിശാചിനെ കുറ്റം പറയാനും പറ്റത്തില്ല, അതേസമയം തന്നെ പിശാചിൻ്റെ ഇൻഫ്ലുവൻസിനെ ഡിനൈ ചെയ്യാനും പറ്റത്തില്ല.